രണ്ട് വനിതകൾ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഡോക്ടർ എം കെ മുനീറിന് സീറ്റില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും കെ എം ഷാജി വേങ്ങരയിലും മത്സരിക്കും. കോഴിക്കോട് സൌത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവും കൊടുവള്ളിയിൽ പി കെ ഫിറോസും മത്സരിക്കും. ഫാത്തിമ തെഹലിയും ജയന്തി രാജനുമാണ് ലീഗിലെ വനിതാ സ്ഥാനാർത്ഥികൾ. പുനരൂർ ചേലക്കര സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീടായിരിക്കും. മഞ്ചേശ്വരം AKM അഷ്റഫ്, കാസർഗോഡ് കലക്ടർ മൈൻ ഹാജി, കൂത്തുപറമ്പ് ജയന്തി രാജൻ, പേരാമ്പ്ര ഫാത്തിമ തഹലിയ, കൊടുവള്ളി പി കെ ഫിറോസ്, ഏറനാട് പി കെ ബഷീർ, മലപ്പുറം പി കെ കുഞ്ഞാലിക്കുട്ടി, വേങ്ങര കെ എം ഷാജി. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നെന്ന് ഡോക്ടർ എം കെ മുനീർ പ്രതികരിച്ചു. പ്രചാരണ രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടാവും. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ ഞാൻ പോകും. പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, UDFൻ്റെ ഭാഗം തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ UDF ടീമിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ 100 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനും പരിശ്രമത്തിൽ കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോകാനുള്ള ഒരു സാവകാശം കൂടി കിട്ടിയിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, മത്സര സന്നദ്ധത അറിയിച്ചതായിരുന്നു ഡോക്ടർ എം കെ മുനീർ. പക്ഷേ ഈ പട്ടികയിൽ അദ്ദേഹം ഇടം നേടിയിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുന്നു? ഒപ്പം 2 വനിതകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ കൂടുതൽ വിവരങ്ങൾ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. 25 പേരുടെ പട്ടികയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. 2 സീറ്റിലെ പ്രഖ്യാപനം പിന്നീടായിരിക്കും ഉണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം എം കെ മുനീറിന്, കൊടുവള്ളിയിൽ MLA ആയിരുന്ന CH മുഹമ്മദ് കോയയുടെ മകരൊക്കെ ആയിട്ടുള്ള എം കെ മുനീറിന് ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. അവിടേക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പി കെ ഫിറോസ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 2 വനിതകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇത് ഇത്തവണ ചരിത്രത്തിൽ ആദ്യമാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 പേർ ഇടം പിടിച്ചിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 5ഓളം യുവ നേതാക്കൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എം കെ മുനീറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.